കൃഷിദർശൻ്റെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ പാലും പഴവും പച്ചക്കറിയും അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളിലേറെയും എത്തുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ കർഷകർ കൃഷിയിൽ നിന്ന് പിന്തിരിയാൻ ഒട്ടേറെ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രതികൂലമായ കാലാവസ്ഥ. പ്രതികൂല കാലാവസ്ഥയിലും വളരെ പരിമിതമായ സ്ഥല സൗകര്യത്തിനുള്ളിൽ നിന്നുകൊണ്ടും കൃഷി ചെയ്യാവുന്ന ഒരു കൃഷിരീതിയാണ് സംരക്ഷിത കൃഷിരീതി. സംരക്ഷിത കൃഷിക്ക് ഒട്ടേറെ നേട്ടങ്ങളുണ്ട്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും കൃത്യമായി വളവും വെള്ളവും ഒക്കെ അതിന് നൽകുന്നതുകൊണ്ട് തന്നെ കൃത്യമായ വിളവും ലഭിക്കുന്നു. പോളി ഹൗസ്, ഗ്രീൻ ഹൗസ്, ഗ്ലാസ് ഹൗസ് തുടങ്ങി വ്യത്യസ്ത രീതികളിൽ സംരക്ഷിത കൃഷി നടത്തിവരുന്നുണ്ട്. പോളി ഹൗസ് കൃഷിയിൽ ശ്രദ്ധ പതിപ്പിച്ച ഒരു കർഷകനാണ് ആലപ്പുഴ ജില്ലയിൽ ചാരുമൂട് ഇന്ദ്രപ്രസ്ഥയിൽ ഇന്ദ്രബാൽ. അദ്ദേഹം വളരെ വിജയകരമായി സംരക്ഷിത കൃഷി നടത്തിവരുന്നു. നല്ലൊരു വ്യവസായിയും കായികപ്രേമിയുമായ അദ്ദേഹത്തിൻ്റെ ഇന്ദ്രപ്രസ്ഥ ഫാമിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇത് ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട് ഇന്ദ്രപ്രസ്ഥത്തിൽ KP ഇന്ദ്രബാലൻ. ചാരുമൂട് കച്ചിയിൽ പുത്തൻ വീട്ടിൽ KG പുരുഷോത്തമൻ്റെയും പത്മാവതിയുടെയും മകൻ. 4 നൂറ്റാണ്ടുകാലം ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന പിതാവ് KG പുരുഷോത്തമൻ കൃഷിയെയും ഏറെ സ്നേഹിച്ചിരുന്നു. ധാരാളം തെങ്ങിൻ തോപ്പുകളും അതേപോലെ തന്നെ നെൽകൃഷിയും കപ്പയും ചേനയും ചേമ്പുമൊക്കെ നന്നായി കൃഷി ചെയ്തിരുന്ന പിതാവിനോടൊപ്പം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കാർഷിക വൃത്തിയിൽ നല്ല പരിശീലനം ഇന്ദ്രബാലന് കിട്ടിയിരുന്നു. 1996 മുതൽ ഇന്ദ്രബാലൻ്റെ കുടുംബം ഹോട്ടൽ വ്യവസായത്തിലേക്ക് തിരിഞ്ഞു. ഹോട്ടൽ വ്യവസായത്തിൽ ശ്രദ്ധയൂന്നിയതോടെ പറമ്പുകളിലെ കൃഷിയൊക്കെ നിലച്ചുവെങ്കിലും മിക്കയിടത്തും തേക്കിൻ തൈകൾ നട്ട് ഹരിതാഭമാക്കി. ഇന്ദ്രബാലൻ്റെ വസതിയിൽ അവശേഷിക്കുന്ന സ്ഥലത്തും തേക്കിൻ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇടവിളയായി ടിഷ്യൂ കൾച്ചർ വാഴക്കൃഷിയുമുണ്ട്. കുടുംബപരമായി ഞങ്ങൾ ഹോട്ടൽ വ്യവസായവും കൃഷിയിലും താല്പര്യം ഉള്ള ഒരു കുടുംബത്തിലായിരുന്നു ജനനം. അച്ഛൻ വലിയൊരു കൃഷിക്കാരനായിരുന്നു. അച്ഛൻ പഠിപ്പിച്ച കൃഷിരീതികൾ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോയി. പഠിത്തത്തിൻ്റെ ഒരു ഭാഗം 10ാം ക്ലാസ് പഠിച്ച് പരീക്ഷ എഴുതിയപ്പോൾ പരീക്ഷയിൽ തോറ്റുപോകുന്നൊരു സംശയം തോന്നിയപ്പോൾ കൃഷി അച്ഛന് താല്പര്യമായതുകൊണ്ട് കൃഷിക്കാരുടെ കൂടെ ഇറങ്ങി പൂട്ടുക, വരമ്പ് കെട്ടുക അതുപോലുള്ള കൃഷികളൊക്കെ ചെയ്താൽ അച്ഛന് സന്തോഷമാവും, തോറ്റാലും രക്ഷപ്പെടാം എന്നൊരു ചിന്താഗതി വന്ന് അങ്ങനെ ഇറങ്ങിത്തിരിച്ചു. അന്ന് കൃഷിപ്പണികൾ ഏതാണ്ട് 3/4 ഭാഗവും മനസ്സിൽ കുറിച്ചു വെച്ചു. ഇന്ദ്രബാലൻ നല്ലൊരു സ്പോർട്സ്മാനാണ്. ഇഷ്ടവിനോദം ഷട്ടിൽ ബാഡ്മിൻ്റൺ തന്നെ. വോളിബോളും പ്രിയം. വീടിന് പിറകുവശത്തായി ആധുനിക രീതിയിലുള്ള ഒരു ഇൻഡോർ കോർട്ട് ഇദ്ദേഹം തീർത്തിട്ടുണ്ട്. സ്റ്റേഡിയത്തിലെയും വീട്ടിലെയും വിളക്കുകളും ഫാനുകളും ഒക്കെ പ്രവർത്തിക്കുന്നത് സോളാർ എനർജി കൊണ്ടാണ്. കറണ്ട് ചാർജ് 10-1 കുറഞ്ഞുവെന്ന ആശ്വാസവും ഇദ്ദേഹത്തിനുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ പാചകവാതകത്തിനായി കൂറ്റൻ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഭാര്യ ബിന്ദുവും വിവാഹിതയും ഡോക്ടറുമായ മൂത്തമകൾ അമൃതയും ഭർത്താവ് ഡോക്ടർ ബിജുവും ഡൽഹിയിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ജ്വാലയും കോളേജ് വിദ്യാർത്ഥിയായ ഇന്ദ്രജിത്തും അടങ്ങുന്നതാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ കുടുംബം. ഇനി വീട്ടുകാര്യത്തിൽ നിന്ന് നമുക്ക് കൃഷിക്കാര്യത്തിലേക്ക് വരാം. ഇത് ഇന്ദ്രപ്രസ്ഥ ഫാം. തികച്ചും പ്രകൃതി സൗഹൃദമായ ഒരു ഫാമാണിത്. തൻ്റെ 80 സെൻറ്റോളം വരുന്ന പുരയിടത്തിൽ പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ പോളി ഹൗസ് അഥവാ സംരക്ഷിത കൃഷിയും തുറന്ന കൃഷിയും ഇവിടെ സാധ്യമാക്കിയിരിക്കുന്നു. നിരവധി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഇന്ദ്രബാലൻ തൻ്റെ ബന്ധുവും മുൻ MLAയുമായ ചിറ്റൂർ പെരുമാട്ടി കൃഷ്ണൻകുട്ടിയുടെ സംരക്ഷിത കൃഷിഫാം സന്ദർശിക്കാൻ ഇടവന്നതാണ് ഈ വിധമുള്ള ഹൈടെക് കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ ഇന്ദ്രബാലനെ പ്രേരിപ്പിച്ചത്. ഒരു 15 വർഷം മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഒരു പരിഗണന നടത്തിയ സമയത്ത് നെതർലൻഡിൽ 3 ഫാം കാണാനിടയായി. 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കൃഷിരീതി നെതർലൻഡിലൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടു, വന്നിട്ട് മറന്നുപോയി.
വ്യവസായത്തിൽ മുന്നോട്ട് പോയി. ഒരു 3 വർഷം മുമ്പ് പെരുമാട്ടിയിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്ന അവിടാണ്. XMLA കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആളിൻ്റെ മകനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവരുടെ വീട്ടിലും അവരുടെ ഫാമിലും പോവുകയും ആ കൃഷി സമ്പ്രദായം മനസ്സിലാക്കിയപ്പോൾ പണ്ട് മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം വീണ്ടും കാണുകയും അത് പ്രാബല്യത്തിൽ വരുത്തണമെന്ന് ആഗ്രഹം തോന്നുകയും ചെയ്തു. അങ്ങനെ തുടങ്ങിയ മോഹം ഇപ്പോൾ സഫലമായി. ഇസ്രായേൽ പോലെ നൂതന സാങ്കേതിക വിദ്യകൾ പ്രാബല്യത്തിലുള്ള രാജ്യങ്ങളിലൊക്കെയും പോളി ഹൗസ് അഥവാ സംരക്ഷിത കൃഷിരീതി ഏറെ മുൻപ് തന്നെ പ്രചാരത്തിൽ വന്നു. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും ഈ രീതി അനുവർത്തിച്ചു വരുന്നു. കേരളത്തിൽ പാലക്കാട്ട് തുടക്കമിട്ട സംരക്ഷിത കൃഷി മിക്ക ജില്ലകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അൾട്രാവയലറ്റ് കിരണങ്ങളെ ചെറുക്കുന്ന UV സ്റ്റെബിലൈസ്ഡ് പോളി എത്തിലീൻ ഷീറ്റ് ഉപയോഗിച്ചാണ് തുറസായ സ്ഥലങ്ങളിൽ പോളി ഹൗസുകൾ സ്ഥാപിക്കുന്നത്. കീടങ്ങൾ കടക്കാത്ത വല ഉപയോഗിച്ച് 4 വശവും മറയ്ക്കുന്നു. ഊഷ്മാവ് നിയന്ത്രിക്കാൻ നിശ്ചിത ഇടവേളകളിൽ മഞ്ഞുപോലെ ജലം ചിതറിക്കാനും ഫോഗറുകൾ പോളി ഹൗസിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. ഓരോ ചെടിയുടെയും ചുവട്ടിൽ വെള്ളവും വളവും കലർന്ന മിശ്രിതം മണ്ണിലടിയിലൂടെ സ്ഥാപിച്ചിട്ടുള്ള പൈപ്പുകൾ വഴി യഥേഷ്ടം ചെടികൾക്ക് ലഭ്യമാക്കുന്നു. നിയന്ത്രിത അളവിൽ വളവും വെള്ളവും കൃത്യമായി ചെടികൾക്ക് കൊടുക്കാനുള്ള ആധുനിക സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. 2-3 സെക്ഷനുകളിലേക്ക് നൽകാനുള്ള ഇഞ്ചക്ടർ കൃഷിയിടത്തിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ തുള്ളി നനയിലൂടെ ആവശ്യമായ ജലം നൽകുന്നതിലൂടെ ജല ഉപയോഗം ഗണ്യമായി കുറയ്ക്കാനാകുമെന്ന പ്രത്യേകതയുമുണ്ട്. പോളി ഹൗസിൽ വെയിൽ കാഠിന്യവും ചൂടും കൂടിയാൽ അകത്ത് മുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന കർട്ടൻ വിരിക്കുന്നതോടെ സൂര്യപ്രകാശം നിയന്ത്രിക്കാനാവും. പാലക്കാട് പെരുമാട്ടിയിൽ ഡെവലപ്പ് ചെയ്ത ടെക്നോളജികളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്തെയും വേറെ വിദേശ രാജ്യങ്ങളിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലെയോ പ്രാക്ടീസ് ചെയ്യുന്ന ടെക്നോളജി അതുപോലെ ഇവിടെ അനുകരിച്ചിട്ടില്ല. അതിൻ്റേതായ മോഡിഫിക്കേഷൻ എല്ലാ ടെക്നോളജിയിലും വരുത്തിക്കൊണ്ട് കുറേ വർഷങ്ങളായിട്ട് പെരുമാട്ടിയിൽ ചെയ്ത് പ്രൂവ് ചെയ്ത അതേ ടെക്നോളജിയാണ് ഇവിടെ തെക്കൻ ജില്ലയിൽ ഉള്ള ഒരു പ്രധാന ഹൈടെക് ഫാമായി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇവിടെ 1000 സ്ക്വയർ മീറ്ററുള്ള ഒരു ഗ്രീൻ ഹൗസാണ്. ഇതിൻ്റെ ഡിസൈൻ തന്നെ ഒരു പുതിയ രീതിക്കാണ്. മഴവെള്ളം നഷ്ടപ്പെട്ടു പോകാതെ സംഭരിച്ചെടുക്കത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈന്. പിന്നീട് സൈഡ് കർട്ടൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ഡിസൈൻ. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സൈഡ് കർട്ടൻ കേരളത്തിൽ ആവശ്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും സൈഡ് കർട്ടൻ ഇല്ലാതെ ഉള്ള ഒരു ഗ്രീൻ ഹൗസാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൈറ്റ്, ഗ്രീൻ ഹൗസിൻ്റെ ഹൈറ്റ് ഇവിടെ 5 മീറ്റർ ഹൈറ്റ് ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ 4 മീറ്ററിലാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ കൊടുത്ത ഒരു അനുഭവത്തിൽ ഇത്രയും ഹൈറ്റ് ആവശ്യമില്ല, 4.5 മീറ്റർ ആയാലും മതി എന്നാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഇനിയുള്ള ഗ്രീൻ ഹൗസ് 4.5 മീറ്ററിലാണ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. കൃഷി ആവശ്യത്തിനായി കുഴൽക്കിണറിനോടൊപ്പം ടാർപാളിൻ കൊണ്ട് നിർമ്മിച്ച മഴവെള്ള സംഭരണി പ്രകൃത്യാ തന്നെയുള്ള കുളത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. ഈ കൃത്രിമ തടാകത്തിൽ റെഡ് ബെല്ലി ഇനം മത്സ്യത്തെയും വളർത്തുന്നുണ്ട്. 3,68,000 ലിറ്ററാണ് ഈ കുളത്തിൻ്റെ സംഭരണശേഷി. വെള്ളം ചൂടുപിടിച്ച് മത്സ്യങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകാതിരിക്കാൻ പായൽ വളർത്തിയിട്ടുണ്ട്. വെള്ളത്തിന് പൊതുവേ നല്ല ഷോർട്ടേജ് ഉള്ളൊരു സ്ഥലമാണ് ഈ പഞ്ചായത്ത്. താമരക്കുളം പഞ്ചായത്താണ്. ഇവിടെ പല ഭാഗങ്ങളിലും ടാങ്കർ ലോറിയിൽ കുടിവെള്ളം ജൂൺ മാസത്തിൽ പോലും കുടിവെള്ളം കൊണ്ടുകൊടുക്കുന്ന സ്ഥലങ്ങളാണ്. വെള്ളത്തിന് വലിയ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാമിൽ വെള്ളം വളരെ എക്കണോമിക്കായിട്ട് വളരെ കരുതി തന്നെ ഉപയോഗിക്കണമെന്നുള്ള നിർബന്ധത്തിൽ ഒരു മഴവെള്ള സംഭരണിയിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇവിടെ വെള്ളം എടുക്കുന്നത്. നല്ല 2 മഴ കിട്ടിയാൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം 3 ലക്ഷം ലിറ്റർ വെള്ളമുള്ള 3 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള മഴവെള്ള സംഭരണിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അനുഭവത്തിൽ ഈ സംഭരണി കുറച്ചും കൂടെ വലുതാക്കേണ്ടിയിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നത്. ഒരു 5 ലക്ഷം ലിറ്ററിൻ്റെതാക്കിയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. എന്നാലും ഒരു മഴ കൊണ്ട് തന്നെ ഏതാണ്ട് 90% ഇവിടുത്തെ ജലസേചനം മഴ ഫ്രീക്വൻ്റായിട്ട് കിട്ടിയാൽ
മാസത്തിലൊരു 3 മഴ കിട്ടിയാൽ ആ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഫാമിലെ കൃഷികളെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയും. ഈ കുളത്തിൻ്റെ വശങ്ങളിലും പ്രധാന കവാടത്തിന് സമീപവുമൊക്കെ ഒറ്റഞ്ഞാർ ബാഗുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു മൂട്ടിൽ നിന്നും 250 ഗ്രാം നെല്ലാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാനും മാസത്തേക്ക് ഇന്ദ്രബാലൻ്റെ കുടുംബത്തിന് ഇതിൽ നിന്ന് കിട്ടുന്ന അരി മതിയാവും. ആയിരം സ്ക്വയർ മീറ്ററിൽ ഇവിടെ പോളി ഹൗസ് നിർമ്മിച്ച് സംരക്ഷിത കൃഷി നടത്തുന്നു. 1 സ്ക്വയർ മീറ്റർ പോളി ഹൗസ് നിർമ്മാണത്തിന് 1000-ലേറെ രൂപ ചെലവ് വരും. പോളി ഹൗസ് നിർമ്മിതിക്ക് ഗവൺമെൻറ് സബ്സിഡിയും ലഭിക്കുന്നുണ്ട്. സാധാരണ കാലാവസ്ഥയിൽ വളരുന്നതിൻ്റെ 3 ഇരട്ടി മുഴുപ്പോടെയാണ് സംരക്ഷിത കൃഷിയിൽ ചെടികൾ വളരുക. ഒരു പ്രാവശ്യം നിർമ്മിക്കുന്ന പോളി ഹൗസിൽ തുടർച്ചയായി ഏത് വിളയും ഏറെ നാൾ മാറി മാറി കൃഷി ചെയ്യാം. മഴയും വെയിലും ഒന്നും ഭയക്കേണ്ട. ഏത് കാലാവസ്ഥയിലും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊക്കെ ഈ കൃഷി രീതിയിൽ വിളയിക്കും. ഈ പ്രിസിഷൻ ഫാമിങ്ങിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ മണ്ണിൻ്റെ കൃത്യത. ഈ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ കൃത്യത എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മണ്ണിൻ്റെ കൃത്യത, വെള്ളത്തിൻ്റെ കൃത്യത, വിത്തിൻ്റെ കൃത്യത, വളത്തിൻ്റെ കൃത്യത, പരിചരണത്തിൻ്റെ കൃത്യത. ഇത്രയും കൃത്യതകൾ ഒത്തുവന്നാൽ ഉൽപ്പാദനം പരമാവധി ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രിസിഷൻ കൃഷിയുടെ ഒരു പ്രധാന നേട്ടമായി നമുക്ക് എടുക്കാൻ കഴിയുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഹൈടെക് ഫാമിങ് നമുക്കൊരു പ്രത്യേക പദ്ധതിയായി തന്നെ ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുകയാണ്. നമ്മുടെ ബഡ്ജറ്റിൽ അതിന് പ്രത്യേകമായി പദ്ധതി വിഹിതം ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ പ്രിസിഷൻ ഫാമിങ് നടത്തിക്കൊണ്ട്. പ്രിസിഷൻ ഫാമിങ് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, പോളി ഹൗസ് കൾട്ടിവേഷൻ, പിന്നെ ഓപ്പൺ കൾട്ടിവേഷൻ. പോളി ഹൗസ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടാര കൃഷി എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്യാം. 1000 സ്ക്വയർ മീറ്റർ പോളി ഹൗസിൽ 500 സ്ക്വയർ മീറ്ററിൽ സാരഡ് വെള്ളരിയാണ് കൃഷി ചെയ്തിരുന്നത്. തുടർച്ചയായി വിളവെടുക്കാൻ പാകത്തിലാണ് കൃഷി ഒരുക്കിയിട്ടുള്ളത്. ഇസ്രയേൽ വിത്തിനങ്ങളായ ഗിൽസീഡ്, ഹോളണ്ട് ഇനമായ നിക്കേഴ്സൺ, ഇന്ത്യൻ ഹൈബ്രിഡ് ഇനമായ രൂച്ച F1 എന്നിവയാണ് പ്രധാനമായും ഇവിടെ വിളയിക്കുന്നത്. ആദ്യ വിളവെടുപ്പിൽ 6840 കിലോ കുക്കുംബറാണ് ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുവാനായത്. അത് മുഴുവൻ ഇവിടെ തന്നെ വിറ്റുതീരുകയും ചെയ്തു. ആയിരം എം സ്ക്വയർ അല്ലെ മീറ്റർ സ്ക്വയർ പോളി ഹൗസിൽ 500 എം സ്ക്വയർ പയറും 500 എം സ്ക്വയർ കുക്കുംബറുമാണ് കൃഷി ചെയ്തത്. അതിൽ കുക്കുംബറിന് 1 കിലോയ്ക്ക് 40 രൂപ വെച്ചാണ് ഞാൻ വിറ്റത്. എനിക്ക് 6830 കിലോഗ്രാം കുക്കുംബർ കിട്ടി. അത് ഇതുവരെ രേഖയിൽ ഇത്രയും വലിയ ഒരു ഉൽപ്പന്നം കിട്ടിയതായി കണക്കുകളില്ല. പോളി ഹൗസിന് ചുറ്റുമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും തുറന്ന പ്രിസിഷൻ കൃഷി നടത്തുന്നു. വെണ്ടയും പയറും പാവലും പടവലവും ഉള്ളിയും മല്ലിയും പച്ചമുളകും പാവയ്ക്കയുമെല്ലാം ഗ്രോ ബാഗിലും തറയിലും നട്ടു വളർത്തിയിട്ടുണ്ട്. ഭിത്തികളിലേക്ക് നൈലോൺ വല കെട്ടി പയറും പടവലവും പാവയ്ക്കയുമൊക്കെ കൃഷി ചെയ്യുന്നു. തായ്ലൻഡിൽ നിന്നുള്ള ചിയാത്തായ് ഇനം പയറാണ് പ്രവേശന കവാടത്തിന് വലതുവശത്തായി നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അധികം പടർന്നു കയറാത്ത ഈ ഇനത്തിന് നല്ല വിളവ് ലഭിക്കുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള വഴുതന, വെള്ളയും വയലറ്റും ഇവിടെയുണ്ട്. ഔറംഗാബാദിൽ നിന്നുള്ള ലളിത F1 എന്ന ഇനമാണ് പ്രധാനമായുമുള്ളത്.
സാഹിബ F1 എന്ന ഇനത്തിലെ വെണ്ടച്ചെടികളാണ് ഈ നിൽക്കുന്നത്. വിവിധ ഇനങ്ങളിൽപ്പെട്ട പച്ചമുളകുകൾ വ്യാപകമായി തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നു. എൺപത്തിയെട്ട് സെൻറ്റ് ഈ പ്ലോട്ടിന് 88 സെൻറ്റ് വിസ്തീർണമുണ്ട്. അതിൽ 25 സെൻറ്റോളം ഗ്രീൻ ഫാമിങ്ങിന് വേണ്ടി ഗ്രീൻ ഹൗസ് നിർമ്മിച്ച് അതിനകത്ത് ഫസ്റ്റ് ക്രോപ്പ് കഴിഞ്ഞു. ഇതിപ്പോൾ ഇട്ടിരിക്കുന്ന സെക്കൻഡാണ്. വെളി പ്രിസിഷൻ ഫാമിങ്ങും അകത്ത് പ്രിസിഷൻ ആണെങ്കിലും ഗ്രീൻ ഹൗസ് ഫാമിങ്ങുമായിട്ട് ചെയ്യുന്നു. പോളി ഹൗസ് കൃഷിക്ക് ആവശ്യമായ സാങ്കേതിക സഹായവും നിർദ്ദേശങ്ങളും പാലക്കാട് നിന്നാണ് ലഭിക്കുന്നത്. ഈ രംഗത്ത് അറിവും അനുഭവമുള്ള KA അനിയുടെ പൂർണ്ണ പിന്തുണ ഇന്ദ്രബാലന് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നു. നിരവധി ആളുകൾ വർക്ക് ചെയ്തിട്ടുള്ളൊരു ഫീൽഡാണ് ഈ സ്ട്രക്ചറുകളുടെ ഡിസൈൻ എങ്ങനെയാണ് അങ്ങനെയെന്ന്. അങ്ങനെ വളരെയധികം കമ്പനികൾ, ഇന്ത്യയിലും വിദേശത്തുള്ള കമ്പനികൾ വിവിധ തരത്തിലുള്ള കാലാവസ്ഥയിലും മണ്ണിലും കൃഷി രീതിക്കുള്ള സ്ട്രക്ചർ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ആൾറെഡി വച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ കയറി പണിയെടുക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത് ഡിസൈൻ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആളുകൾ കൊണ്ടുവന്ന് ഇത് ഫിറ്റ് ചെയ്ത് തരും. ഏത് തരത്തിലും വളരെ റെപ്യൂട്ടഡ് കമ്പനീസ് ഒരുപാടുണ്ട്. അതൊന്നും ഒരു ഇഷ്യൂ അല്ല. നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത് നമ്മളെ കേരളത്തിലുള്ള ക്രോപ്പുകൾ ആരും ഗ്രീൻ ഹൗസിൽ ചെയ്തിട്ടില്ല. വേറെ പല ക്രോപ്പുകളുമാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഹ്യൂമിഡിറ്റി കൂടിയ ഒരു സ്ഥലത്തുള്ള കൃഷി പലരും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പ്രത്യേക കാലാവസ്ഥയിൽ എന്തെല്ലാം ക്രോപ്പുകൾ ചെയ്യാം, അതിന് പറ്റിയ വെറൈറ്റീസ് ഉണ്ടാക്കുക, അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുക, അതൊക്കെയാണ് ഇനി നമുക്കൊരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. കുറഞ്ഞ കാലയളവിൽ പ്രതീക്ഷിച്ചതിലും എത്രയോ ഇരട്ടി വിളവ് ലഭിച്ചതായി ഇന്ദ്രബാലൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. സാധാരണ കൃഷിരീതിയെ അപേക്ഷിച്ച് 3-4 ഇരട്ടി വിളവ് ലഭിക്കുന്നുവെന്നത് ഈ കൃഷിയിലെ ഇന്ദ്രജാലം തന്നെയാണ്. ആദ്യത്തെ ക്രോപ്പ് വളരെ ആദായകരമായിരുന്നു. ഏതാണ്ട് 1.5-2 ലക്ഷം രൂപയോളം എനിക്ക് ലാഭം ഉണ്ടായി. ഈ ലാഭം ഉണ്ടാകാൻ കാരണം ഈ ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പച്ചക്കറികളും ഇവിടെ വെളിയിലൊരു സ്റ്റാളുണ്ട്. ആ സ്റ്റാളിൽ വെച്ച് തന്നെ ജനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് ഇതിനകത്തുണ്ടായ നേട്ടം. ഇന്ദ്രബാലൻ്റെ ബിസിനസ്സിൽ സഹായിക്കാനായി പ്രസാദും അനിൽ മേനോനും എപ്പോഴും ഒപ്പമുണ്ട്. ഫാമിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും വൈകിട്ടത്തെ വിൽപ്പന കൗണ്ടർ പ്രവർത്തിപ്പിക്കാനും അനിലും റഹ്മത്തും അമാലുൽ ഇസ്ലാമും രംഗത്തുണ്ട്. ഇന്ദ്രബാലൻ്റെ ചാരുമൂട്ടിലെ ഹോട്ടലിനോടനുബന്ധിച്ച് ഭക്ഷ്യോൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിനും ഗ്രൂപ്പിലെ മുഴുവൻ ഹോട്ടലുകളിലേക്കും വിതരണം ചെയ്യുന്നതിനുമായി അക്ഷയ എന്ന പേരിൽ ഫുഡ് സെക്ഷൻ പ്രവർത്തിക്കുന്നു. ഇന്ദ്രപ്രസ്ഥ ഫാമിൽ നിന്നുള്ള പച്ചക്കറികൾ വിൽപ്പന കഴിഞ്ഞുള്ളവയും ഹോട്ടൽ ആവശ്യത്തിനുള്ളവയുമെല്ലാം അക്ഷയയിലെ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുകയാണ് പതിവ്. ആവശ്യാനുസരണം പച്ചക്കറികൾ ചെറു കഷണങ്ങളാക്കി പാക്ക് ചെയ്താണ് ശീതീകരിച്ച വാഹനങ്ങളിൽ വിവിധ ഹോട്ടലുകളിലേക്ക് എത്തിക്കുന്നത്. ഇന്ദ്രബാലൻ ഹൈടെക് കൃഷിയുടെ ബാല്യദശ വൻ നേട്ടത്തോടെ അതിവേഗം പിന്നിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലക്ഷ്യമിടുന്ന അടുത്ത ഹൈടെക് ഫാമും അന്യം നിന്നുപോകുന്ന നാടൻ പശുക്കളെ നിലനിർത്താൻ ഉദ്ദേശിച്ചുള്ള ഗോശാലയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കപ്പെടും.
എന്തും നേരിടാനുള്ള അർപ്പണബോധവും സ്പോർട്സ്മാൻ സ്പിരിറ്റും ഈ കായിക പ്രേമിക്കുണ്ട്. ഇന്ദ്രജാല സമാനമായ നേട്ടങ്ങൾ എല്ലാ മേഖലകളിലും ഇന്ദ്രബാലിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നാടിനുകൂടി നന്മയാകുന്ന ആ നല്ല കാഴ്ചകൾക്കായി നമുക്കും കാത്തിരിക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഹൈടെക് കൃഷി വ്യാപനത്തിന് 110 ലക്ഷം രൂപയുടെ പദ്ധതി. കുറിയ തെങ്ങിൻ തൈ ഉൽപാദനത്തിന് 2 കോടി രൂപ. ജന്തുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അവാർഡ്. സംസ്ഥാനത്ത് ഹൈടെക് കൃഷി വ്യാപനത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനത്തിന് 110 ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് കൃഷിവകുപ്പ് അനുമതി നൽകി. കൃഷിവകുപ്പിന്റെ കൃഷിത്തോട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രിത കൃഷിയുടെ വികസനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് തുക വിനിയോഗിക്കുക. അത്യാധുനികവും നിയന്ത്രിതവുമായ കൃഷി സമ്പ്രദായമാകയാൽ തുറസായ കൃഷിയെ അപേക്ഷിച്ച് മികച്ച വിളവായിരിക്കും ഹൈടെക് യൂണിറ്റുകളിൽ നിന്നും ലഭിക്കുക. തിരുവനന്തപുരം, പെരിങ്ങമല, കൊല്ലം, അഞ്ചൽ, കൊട്ടാരക്കര, കാഷ്യൂ ഫാം, കോട്ടയം, കോഴി ഫാം, ആലപ്പുഴ, മാവേലിക്കര, ഇടുക്കി, വണ്ടിപ്പെരിയാർ, പത്തനംതിട്ട, അടൂർ, തൃശൂർ, ചേലക്കര, പാലക്കാട്, നെല്ലിയാമ്പതി, കാസർഗോഡ്, അടൂർ എന്നീ കൃഷിത്തോട്ടങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുക. കുറിയ തെങ്ങിൻ തൈ ഉൽപാദനത്തിന് കൃഷിവകുപ്പ് 2 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നു. കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്ററിന്റെ സഹായത്തോടെ GPS സംവിധാനം ഉപയോഗിച്ചാണ് കുറിയ തെങ്ങിൻ തൈ ഉൽപാദനത്തിന് മാതൃവൃക്ഷങ്ങളെ തിരിച്ചറിയുന്നത്. സങ്കര തെങ്ങിൻ തൈ ഉൽപാദനത്തിന് തൊഴിലാളികൾക്ക് പരിശീലനം നൽകും. സങ്കരണം കഴിഞ്ഞ വിത്ത് തേങ്ങയ്ക്ക് 28 രൂപയാണ് വില. വിത്ത് തേങ്ങകളിൽ 1.25 ലക്ഷം കുറിയ തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കും. ഇതോടൊപ്പം പശ്ചിമതീര നെടിയ ഇനം തെങ്ങിൻ തൈകളെ ബാർകോഡ് ചെയ്ത് മാതൃവൃക്ഷങ്ങളുടെ വിശദാംശങ്ങൾ, കർഷകരുടെ പേര്, വിവരം, മാതൃവൃക്ഷം, വിളവ് തുടങ്ങിയവ ക്രോഡീകരിക്കാനും പദ്ധതിയുണ്ട്. ജന്തുക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കും മൃഗസംരക്ഷണ വകുപ്പ് അവാർഡ് നൽകുന്നു. രജിസ്റ്റർ ചെയ്ത സംഘടനകൾക്കും SPSIകൾക്കും വ്യക്തികൾക്കും അപേക്ഷിക്കാം. 25,000 രൂപയാണ് അവാർഡ് തുക. സംഘടനകൾ ലെറ്റർ ഹെഡിലുള്ള അപേക്ഷയിൽ ജന്തുക്ഷേമ യൂണിറ്റിന്റെ പേര്, മേൽവിലാസം, രജിസ്റ്റർ നമ്പർ, പ്രവർത്തനം ആരംഭിച്ച തീയതി, കഴിഞ്ഞ ഡിസംബർ 31 വരെയുള്ള പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണം. വ്യക്തികളുടെ അപേക്ഷകൾ മൃഗസംരക്ഷണ ഓഫീസർ സാക്ഷ്യപ്പെടുത്തണം. അപേക്ഷകൾ ജനുവരി 31-ാം തീയതി വൈകുന്നേരം 5 മണി വരെ സ്വീകരിക്കും. അയക്കേണ്ട വിലാസം: ഡയറക്ടർ, മൃഗസംരക്ഷണ വകുപ്പ്, ഡയറക്ടറേറ്റ്, വികാസ് ഭവൻ, തിരുവനന്തപുരം 11. തിരുവല്ല അതിരൂപതയുടെ കീഴിലുള്ള സാമൂഹിക സേവന വിഭാഗമായ ബോധന നാളെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4:30 വരെ കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ വിവിധ ഇനം കൂണുകളും അവയുടെ കൃഷിരീതികളെ സംബന്ധിച്ചും ക്ലാസുകൾ എടുക്കും. 125 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0469273051. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നാളെയും മറ്റന്നാളും മുയൽ വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ നാളെ രാവിലെ 9 മണിക്ക് പരിശീലന കേന്ദ്രത്തിൽ എത്തിച്ചേരണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471273298. വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജ് അഗ്രി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കീഴിലുള്ള നോഡൽ വാട്ടർ ടെക്നോളജി സെന്റർ സൂക്ഷ്മ ജലസേചന രീതി സ്ഥാപിക്കൽ, പമ്പ് സെലക്ഷൻ, ജലസംരക്ഷണം, ജലവിനിയോഗം, സസ്യ സംരക്ഷണ ഉപകരണങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജനുവരി 30-ാം തീയതിക്കുള്ളിൽ കാർഷിക കോളേജുമായി ബന്ധപ്പെടണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487243832. കമ്പോള നിലവാരം.
റബ്ബർ RSS 4 ക്വിൻ്റലിന് 15,000 രൂപ, റബ്ബർ RSS 5 ക്വിൻ്റലിന് 14,350 രൂപ, വെളിച്ചെണ്ണ ക്വിൻ്റലിന് 10,900 രൂപ, കൊപ്ര ക്വിൻ്റലിന് 7,850 രൂപ, കുരുമുളക് ക്വിൻ്റലിന് 50,800 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 375 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 640 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 50,800 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 48,800 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 48,000 രൂപ, വയനാടൻ കുരുമുളക് ക്വിൻ്റലിന് 48,500 രൂപ. കൊപ്ര വിപണി ക്വിൻ്റലിന് കോഴിക്കോട് 7,950 രൂപ, തളിപ്പറമ്പ് 7,300 രൂപ, കാസർഗോഡ് 7,400 രൂപ. വെളിച്ചെണ്ണ വിപണി ക്വിൻ്റലിന് കണ്ണൂർ 11,930 രൂപ, കോട്ടയം 11,600 രൂപ, ആലപ്പുഴ 10,900 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.7, 24.2. കൊച്ചി 32.8, 24.4. ആലപ്പുഴ 32.2, 23.9. പുനലൂർ 35, 21. തിരുവനന്തപുരം 32.2, 22.7 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.